എനിക്ക് പോയിട്ട് ധൃതിയുണ്ട്. വേഗം വരണം. 60 വില കേട്ടരുത്. 55 എത്തിക്കൂല. പോയിട്ട് വെക്കം. അങ്ങനെ വണ്ടിയുടെ കാര്യത്തിലൊരു തീരുമാനമായി. അവൻ സീനല്ലടാ, ഹൈവേയിലെ ഫ്ലാഷ് മൊത്തം അവൻ കത്തിക്കും. പേടിക്കണ്ട, സമൻസ് മൊത്തം തന്റെ വീട്ടിൽ തന്നെ വരും. ഒന്ന് പോടാ അവിടെ നിന്ന്. പയ്യെ ഓടിക്കോളൂ. അത് സമൻസ് വരുമ്പോ തനിക്ക് മനസ്സിലാവും. അവനെന്താ നാട് വിട്ടാ? ഒരു റൗണ്ട് അടിക്കാൻ ഇത്ര നേരം? ആടോ, ചിലപ്പോ അവൻ തൃശ്ശൂർ റൗണ്ടിലായിരിക്കും പോയത്. അല്ലെങ്കിൽ 3 പോയിട്ടുണ്ടോ? 3 ഞങ്ങൾ മലയാളത്തിലല്ലേ തന്നോട് പറഞ്ഞ കൊടുക്കണ്ടാന്ന്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരനല്ലേ ചോദിക്കുമ്പോ കൊടുക്കണതല്ലേ മര്യാദ? പക്ഷെ അവന് ഒരു മര്യാദ ഇല്ലാത്ത വൃത്തിയായിട്ട് റൈഡറാണ് കേട്ടാ. എത്ര വണ്ടിയാണ് അവൻ കൊണ്ട് ഇടിപ്പിച്ചേക്കണെന്ന് അറിയോ? എടാ, നമ്മുടെ സോമന്റെ വണ്ടി ഇരുമ്പ് വിലക്കല്ലേ തൂക്കി വെച്ചത്. കണ്ടെയ്നറിന്റെ അടിയിൽ നിന്ന് കിട്ടിയത്. അതും തവിട് പൊടിയായിട്ട് ഇതേപോലെ ഒരു റൈഡ് പോയതാ. നീയൊക്കെ അവനെ വിളിച്ച്. എനിക്ക് പോയിട്ട് ധൃതിയുണ്ട്. എനിക്കൊരു ധൃതിയില്ല. മോള് കയറിക്കോ, നമുക്ക് ചെറായി ബീച്ചിൽ പോയി ചായ കുടിക്കാം. താൻ വെറുതെ പാനിക്കാവല്ലേ? എടോ, വണ്ടി കണ്ടം തുണ്ടമായാ പോലും അവൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. അവൻ ചത്താലും കുഴപ്പമില്ല, എനിക്ക് എന്റെ വണ്ടി കിട്ടിയാ മതി. അല്ലെങ്കിൽ താൻ നാളെ വാടോ, അവൻ തിരിച്ചു വന്നെയാണെങ്കിൽ മേടിച്ചു വെച്ചേക്കാം. അവൻ വണ്ടി പൊളിച്ചോണ്ടാവുണ്ടെങ്കിൽ പാർട്സ് എല്ലാം പെറുക്കി വെച്ചേക്കാം. എടാ, ആ വണ്ടി എന്റെ പെറ്റാടാ. അവനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പൊട്ടിക്കും. പടക്കം മേടിച്ച് പൊട്ടിക്കടാ, അതിന്റെ പറന്നാളല്ലേ, കടവരാക്കി തന്നെ. വാ കേറിക്കോ, എനിക്കൊരു ധൃതിയുമില്ല. എടോ, താനൊന്ന് സമാധാനപ്പെട്. മനു, എന്റെ അമ്മ വിളിക്കണടാ. അവനെ അനന്തന് മിക്കാറുന്ന് മെന്റലാവട്ടെ. അയാള് മണ്ടനാണ്. നമ്മോരണെങ്കിൽ ഞാൻ വിശ്വസിച്ചു. പക്ഷെ മറ്റേ മണ്ടന്റെ പോസ്റ്റ് അതൊരു 1.5 പോസ്റ്റാണ് ട്ടാ. കട്ട് പോസ്റ്റ് കളിച്ചിട്ട് കൊറേ നാളായി. നല്ല മൂഡ്. വണ്ടി കയറാ, എനിക്കൊരു ധൃതിയുമില്ല.